ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് റവ കൊണ്ടുള്ള ഒരു പായസമാണ്. അതിനായിട്ട് 100 ഗ്രാം ഗോതമ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശർക്കര പാനി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതൊരു 1/2 ലിറ്റർ പാല് ചൂടാക്കിയതാണ്. ഒരു ചട്ടിയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്ത് കോരണം. കാഷ്യൂ നട്ടൊക്കെ കോരി മാറ്റിയ ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ കൂടി ചേർത്ത് കൊടുക്കാം. റവയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഗോതമ്പ് റവയെല്ലാം നെയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. റവ വറുത്ത ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കാച്ചി വച്ചിരിക്കുന്ന പാലാണ്. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാലും റവയും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗോതമ്പ് റവയെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊണ്ടേയിരിക്കണം. പാലിൽ കിടന്ന് തന്നെ അതൊന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്ക് ഒരു 4-5 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് റവയെല്ലാം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. റവയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ്. ശർക്കര പാനിയുടെ അളവ് ഞാൻ വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. ഒരു 150 ഗ്രാമാണ് നിറയെ വെള്ളം ചേർത്ത് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. എല്ലാം കൂടി വീണ്ടും കൈവിടാതെ തന്നെ യോജിപ്പിക്കുക. നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം നമുക്ക് പായസം ചെയ്തെടുക്കാൻ. വീണ്ടും നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അടുത്തതായി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരു 3 സ്പൂൺ കണക്കാക്കിയാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ശർക്കര ചേർത്തിരിക്കുന്നതിനാൽ നമുക്ക് മധുരം എങ്ങനെയും നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ പായസമൊക്കെ ഇപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. പായസം ഇറക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.